ബംഗ്ലാദേശിൽ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെട്ടപ്പോൾ ഒന്നും ഉരിയാടാത്ത സാംസ്കാരിക നായകന്മാരും ബുദ്ധിജീവികളും വെനിസ്വേലയുടെ കാര്യം വന്നപ്പോൾ ഘോരഘോരം സംസാരിച്ചു. ഇതെന്തുകൊണ്ട്? ഹിന്ദുവിന്റെ പോരായ്മയല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പുതിയ വിഷയമല്ല, നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വെനിസ്വേല, ബംഗ്ലാദേശ് നമുക്ക് രണ്ടാമത് പറയാം. ഈ കേരളത്തിൽ കൂട്ടമായ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നപ്പോ വിശപ്പ് സഹിക്കവയ്യാതെ മാനസികമായി ക്ഷീണിതവനായ ഒരു വ്യക്തി ഒരൽപ്പം ഭക്ഷണ പദാർത്ഥം എടുത്തു എന്നുള്ളതിന്റെ പേരിൽ അയാളെ കല്ലെറിഞ്ഞും അടിച്ചും ആ വനവാസി സഹോദരനെ കൊന്നപ്പോ ഇവിടെ എന്ത് പ്രതികരണം ഉണ്ടായത്? രണ്ട് സഹോദരിമാര്, നമ്മുടെ കൊച്ചു പെൺകുട്ടികൾ അതിഹീനമായി എല്ലാ അർത്ഥത്തിലും പീഡിപ്പിക്കപ്പെട്ട് കെട്ടിത്തൂക്കപ്പെട്ടപ്പോ ഈ കേരളത്തിൽ നമ്മൾ എന്ത് പ്രതികരിച്ചു? അപ്പോഴൊക്കെ നമ്മുടെ ക്യാമറകൾ തിരിച്ചു വെച്ചത്, നമ്മുടെ റഡാറുകൾ തിരിച്ചു വെച്ചത് ഉത്തർപ്രദേശിൽ എന്ത് നടക്കുന്നു, കാശ്മീരിൽ എന്ത് നടക്കുന്നു എന്നായിരുന്നു. കാശ്മീരിലായാലും ഉത്തർപ്രദേശിലായാലും മനുഷ്യത്വരഹിതമായ എന്ത് പ്രവർത്തനം നടന്നാലും അതിനെ നമുക്ക് അംഗീകരിക്കാനോ ആദരിക്കാനോ കഴിയില്ല. നിശ്ചിതമായി വിമർശിക്കണം. അതിനെതിരെ നമ്മുടെ സമാജ ചേതനയെ ഉണർത്തണം. പക്ഷെ അതേ നയം ഇവിടേക്കും വേണ്ടേ? ഈ റഡാറിന് പൊതുവേ ഉള്ളൊരു സ്വഭാവം ഭൂമിയോട് ചേർന്ന് പറക്കുന്ന വിമാനങ്ങളെ അത് കാണില്ല എന്നാ. അതുകൊണ്ടാണല്ലോ യുദ്ധവിമാനങ്ങളൊക്കെ ജലാശയത്തോട് ചേർന്ന് പറക്കണത്. ദൂരെയുള്ളതിനെ അഷ്ടലായി പിടിക്കും. അങ്ങനെ പറ്റുമോ? അടുത്തുള്ളതിനല്ലേ ആദ്യം കാണേണ്ടത്, അടുത്തില്ലാണ്ടാക്കേണ്ടത്, എന്നിട്ടല്ലേ ദൂരെയുള്ളത് നോക്കണ്ടു. 1947 28% ഹിന്ദുക്കളായിരുന്ന പ്രദേശമാണ് ഈസ്റ്റ് പാകിസ്ഥാൻ. ആ ഈസ്റ്റേൺ പാകിസ്ഥാനാണ് 1971 ഭാരതത്തിന്റെ സമർത്ഥമായ ഇടപെടലിലൂടെ പാകിസ്ഥാനിൽ നിന്ന് മോചനം നേടി സ്വതന്ത്ര രാജ്യമായി ബംഗ്ലാദേശ് ആയത്. ആ 28% ജനങ്ങൾ ഇന്ന് നാമമാത്രമായിരിക്കുന്നു, പേരിന് 7% എന്ത് സംഭവിച്ചു ബാക്കിയുള്ളവർക്ക്? നിത്യവും പിച്ച് ചീന്തപ്പെടുന്ന കൊച്ചു പെൺകുട്ടികളും മുത്തശ്ശിമാരും, നിത്യവും ഹിംസിക്കപ്പെടുന്ന പുരുഷന്മാരും, ബലപൂർവകമുള്ള മതം മാറ്റങ്ങൾ ഇതിന്റെ പരിണാമമാണ്. അത് ഏറ്റവും മൂർധന്യത്തിലെത്തി. ബംഗ്ലാദേശ് സാമ്പത്തികമായും സാമൂഹികമായും എല്ലാം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ, ഭാരതവുമായി നല്ല ബന്ധം പുലർത്തുന്ന അവസ്ഥയിൽ, ബംഗ്ലാദേശിന്റെ വികാസത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ഭാരതം നൽകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ അട്ടിമറി നടത്തിക്കപ്പെട്ടു. അട്ടിമറി നടത്തുന്നതിന്റെ പിന്നിൽ ഇസ്ലാമിക ഭീകര സംഘടനകളായിരുന്നു. ലോകം മുഴുവൻ മതാധിഷ്ഠിത രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വിങ്ങായിരുന്നു. അവരുടെ പിന്നിലുള്ള ചരടുവലി അമേരിക്ക ആയിരിക്കാം, അല്ലെന്ന് ഞാൻ പറയില്ല. ആയിരിക്കാം, ആണെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റാരോ ആയിരിക്കാം. പക്ഷേ നേപ്പാളിൽ സംഭവിച്ചു, ഇപ്പുറത്ത് ബംഗ്ലാദേശിൽ സംഭവിച്ചു, ഭാരതത്തിന്റെ അതിർത്തിയിൽ മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരേ പാറ്റേൺ, ഒരേ രീതി വിധാനം. അത് അക്രമാസക്തമാകുന്ന ഒരു ജനക്കൂട്ടം, പ്രത്യേകിച്ച് യുവജനങ്ങൾ വികാരപരരായി
അഴിച്ചുവിടുന്ന അക്രമങ്ങൾ ആ രാഷ്ട്രത്തിന്റെ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് തിരിയുന്നു. അങ്ങനെ അവിടുത്തെ ഭരണാധികാരിക്ക് ഭാരതത്തിൽ അഭയം തേടേണ്ടി വന്നു. അതുകൊണ്ട് മാത്രം അവർ ജീവനോടുകൂടിയിരിക്കുന്നു. അവരെ തിരിച്ചാവശ്യപ്പെട്ടിട്ടും ഭാരതം ധീരമായി വിട്ടുകൊടുക്കാത്ത അവസ്ഥയിൽ അവർ സുരക്ഷിതമായി ഭാരതത്തിൽ കഴിയുന്നു. എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്? ഹിന്ദുവാണെന്ന ഒറ്റ കാരണം കൊണ്ട്, വേറൊരു കാരണവും ഇല്ല, ചവിട്ടി 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 ബോധം കെടും വരെയാക്കി ജീവനോടുകൂടി കത്തിക്കുന്നു. തൂക്കിയിട്ടിട്ട് ജീവനോടുകൂടി തീ കൊടുക്കുന്നു. ഒന്നല്ല, രണ്ടല്ല. ശേഷിച്ച സങ്കേതങ്ങൾ, ക്ഷേത്ര സങ്കേതങ്ങൾ തകർക്കപ്പെടുന്നു. കൂട്ടമായി ബലാത്സംഗങ്ങൾ നടക്കുന്നു. ഇതൊന്നും നമുക്ക് കാണാൻ വയ്യ. ഇതിനൊന്നും എതിരെ ഒരു പ്രതികരണവും ഒരു ബുദ്ധിജീവിക്കുമില്ല. ഈ കോഴിക്കോട് തന്നെ ഗാസ സംരക്ഷണം പറഞ്ഞുകൊണ്ട് മെഴുകുതിരി കത്തിച്ചും മറ്റും ഈ കിഡ്സൺ കോർണറിലും മറ്റും എത്ര വലിയ സാംസ്കാരിക നായകന്മാർ ഒത്തുകൂടിയിട്ടുണ്ട്. ഈ കിഡ്സൺ കോർണറിൽ ഇവിടെ തന്നെ ഒരാളെയും കാണാനില്ല. ഒരാൾക്കൊരു ദുഃഖവും ഇല്ല. കാരണം ഇവിടെ മരിക്കുന്നത് ഹിന്ദുക്കളാണ്. ഇത്ര നമ്മൾ അധപ്പതിച്ചു പോയാലോ? ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തിൽ ഏത് ഭാഗത്ത് ഒരു ജീവിക്കെതിരെ മറ്റുള്ളവര് മര്യാദാരഹിതമായി പെരുമാറുമ്പോൾ അതിനെ അപലപിക്കണമെന്നുള്ള ബുദ്ധി ഒരേപോലെ ഉയർന്നു വരേണ്ട മനുഷ്യ സമൂഹം, എങ്കിൽ മാത്രമേ മനുഷ്യൻ നിലനിൽക്കൂ. ഇങ്ങനെ മതപരമായി തിരിഞ്ഞ് സങ്കുചിതമായിരിക്കുന്ന ഭേദങ്ങളെ ഉയർത്തി അതിനു വേണ്ടി ശബ്ദിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ വന്നാൽ നമ്മൾ എങ്ങോട്ട് എത്തിച്ചേരും? ചിന്തിക്കുക. ഒരു പരമാധികാര രാഷ്ട്രത്തിന് നേരെ മറ്റൊരു രാഷ്ട്രം തിരിയുന്നത് അപലപനീയമാണ്. വെനസ്വേല എന്ന പരമാധികാര രാഷ്ട്രത്തെ, അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയെ അഥവാ അവിടുത്തെ അധിപതിയെ മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ പിടിച്ചടക്കുന്നതും അക്രമത്തിൻ്റെ മാർഗത്തിലൂടെ ആ ഭരണം കൈക്കലാക്കുന്നതും അങ്ങേയറ്റം അപലപനീയമാണ്. അതുകൊണ്ട് വെനസ്വേലയിൽ നടന്നതിനെ അപലപിച്ചേ മതിയാവും. നമ്മൾ 100% അപലപിക്കണം. പക്ഷേ അത് കാണുകയും ഇത് കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഭ്രമമുണ്ടല്ലോ, അത് ഇന്നത്തെ ലോകത്തിന്റെ ശാപമാണ്. ഇനി വെനസ്വേലയുടെ തുടർച്ചയായിട്ട് ഗ്രീൻലാൻഡ് അമേരിക്കയിൽ പിടിക്കപ്പെട്ടാൽ അത് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കണം. പരമാധികാര രാഷ്ട്രത്തെ മുഴുവൻ പിടിച്ചടക്കാൻ ലോക പോലീസായിട്ടുള്ള ആർക്കും അധികാരമില്ല. ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരേ ദൃഷ്ടിയിൽ എല്ലാ പ്രശ്നങ്ങളെയും നോക്കി കാണാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. എവിടെ മനുഷ്യന് നൊമ്പരമുണ്ടോ ആ നൊമ്പരത്തിൽ ഒന്നിച്ച് ഒരുപോലെ സഹതപിക്കാനുള്ള മനോഭാവം ഉണ്ടാകണം. ഇത് നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേ അതിൽ പറയാനുള്ളൂ.